ശ്രീമദ് മഹാഭാഗവതത്തിലെ 54-ാമത്തെ അധ്യായം പ്രാർത്ഥനാ ശ്ലോകത്തോടുകൂടി ആരംഭിക്കുകയാണ്. ഓം തത്സത്. സംസാരസാഗരീമഗ്നം ദീനം മാം കരുണാനിധി കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുത്തരഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി ശ്രീകൃതോऽസ്മി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോऽഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം നമാമി ഹരിം വരം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം വന്ദന ശ്ലോകങ്ങൾ. ജന്മാദസ്യേതോന്മയാദിതരദാത്വേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്ത്രിയൽ സൂരയാ തേജോ വാരിമതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം വരം ധീമഹി സത്യം വരം ധീമഹി. ധർമ്മപ്രോജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരീരീശ്വര സദ്യോ ഹൃദ്യവരുത്തദേത്ര പൃഥിവി ശുശ്രൂഷുഭി തക്ഷണാ. നിഗമകൽപ്പതരോദ്ഗളിതം ഫലം ശുഗമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഭഗവാൻ രുക്മിണി ദേവിയെ പരിണയിക്കുന്ന ഭാഗമാണ് ശ്രീമദ് മഹാഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 54-ാമത്തെ അധ്യായം. അത് ദശമസ്കന്ധ ചതുർപഞ്ചാശത്തമോധ്യായ. ശ്രീശുഗോവാച ഇതി സർവേഷു സംരംഭ വാഹനാരൂഢ്യ ദംശിത സ്വൈശ്വൈർബലേ പരിക്രാന്ത അന്യൂർധുതകാർമുകാ. അശ്വപൃഷ്ഠേ ഗജസ്കന്ധേ രഥോപസ്ഥേ ച കോവിദാ മുമുജുശരവർഷാണി മേഘ അദൃശ്യപോ യഥാ. പ്രത്യുർഗലം സരാസരേ സമധ്യമാ സവ്രീഡ വത്സയേതസ്തോത്രം അയവിഹ്വലലോചന. പ്രഹസ്യ ഭഗവാനാഹ ആത്മവൈവാമലോചനേ വിനക്ഷത്യ ദുനീർവൈതദ് താവകീശാത്രവം ബലം. തേഷാം തദ്വിക്രമം വീര ഗതസംഘർഷണാദിന അമർഷ്യമാണോ നാരാജ ജനോ ഭയഗജാൻ രഥാൻ. കേതുശിരാം സിരധിനാം അശ്വിനാം ഗജിനാം ഭുവി സകുന്തലകിരീടാനി സൂഷ്ണീഷാണി ച കോടിശാ. ഓം സത്സത്. ഭഗവാനെ എതിർത്ത് വരുന്ന ജരാസന്ധനാദികളുടെയും ഭഗവാന്റെ കൂടെയുള്ള ബലരാമൻ മുതലായവരും തമ്മിൽ നടത്തുന്ന യുദ്ധവും ഇതൊക്കെയാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഹന്യമാനബലാനീക വൃഷ്ണിഭിർജയകാംക്ഷിഭി രാജാനോ വിമുഖാ ജഗ്മുർ ജരാസന്ധ പുരസ്സരാ. ശുഭാശാം സമർഥ്യേത്യ തദരോരമിവാതിരം അഷ്ടത്രിശം ഗരുത്സാഹം ശിഷ്യവദനമഭ്യവൻ. ഭോ ഭോ പുരുഷശാർദൂല ദോമനസ്യമിദം ത്യജ ന പ്രിയാപ്രിയയോ രാജൻ നിഷ്ഠാ ദേഹിഷു ദൃശ്യത്തെ. यथा दारुमयीयोषिन् वृद्यते कुहल्केशया एवमीश्वरतन्त्रोऽयम् ईकते सुखदुःखयोः. ശൗരേ സപ്തദശാം വൈ ദശാഹം വൈ സംയുഗാനി പരാജിത ത്രയോവിംശതിഭിः സൈന്യൈർ ജിഘ്യ ഏകമഹം പരം. തഥാപ്യഹം ന ശോചാമി ന പ്രകൃഷ്യാമി കർഹിജിൽ കാലേന ദൈവയുക്തേന ജാനൻ ചിത്രാവിതം ജഗത്. അധുനാപി വയം സർവേ വീരയൂഥവയൂഥഭാ പരാജിതാ ഫൽഗുതന്ത്രൈ യതുഭി കൃഷ്ണപാലിതൈ. दिभोजिजुरधुना काल आत्मानुसारिणि तदा वयं विजेष्यामो यदा कालप्रदक्षिणा. ഏവം പ്രഭു ഓം ശ്രീകൃഷ്ണായ നമഃ. ഏവം പ്രബോധിതോ മിത്രൈ ചൈദ്യോകാസാനുഗപുരം അധശേഷാ പുനസ്തേഭി യയുസ്ത്വം സ്വം പുരം നൃപാഃ. രുക്മിണേതു രാക്ഷസോദ്ഗാഹം കൃഷ്ണജിരസഃ സഹൻ സുസുഃ പൃഷ്ഠതോ അന്നഗമൽ കൃഷ്ണമക്ഷൗഹിണ്യാവൃതോ ബലീ. രുക്മിമർഷി സുസംരബ്ധ ശൃണ്വതാം സർവഭൂഭുജാം പ്രതിജജ്ഞേ മഹാബാഹൂർദം ശിരസസരാസനാ. अहत्वा समरे कृष्णम् अप्रत्यूह्य च रुक्मिणीं कुण्डिनां न प्रवेश्यामि सत्यमेतद्ब्रवीमि वा. ശിശുപാലന്റെയും ജരാസന്ധന്റെയും അക്ഷൗഹിണിയെല്ലാം ഭഗവാനും ബലരാമന്റെ സൈന്യങ്ങളും ഒക്കെ ചേർന്ന് തോൽപ്പിച്ചു. രുക്മി അതികോപാകുലനായിട്ട് രുക്മിണി ദേവിയെ കൊണ്ടല്ലാതെ ഞാൻ ഇനി തിരിച്ച് വിദർഭ രാജ്യത്തേക്ക് വരികയില്ല എന്ന് ശബ്ദം ചെയ്തുകൊണ്ട് പോവുകയാണ്. ഹത്വാ സമരേ കൃഷ്ണ ഇത്യുക്താരഥമാരുഹ്യ സാരഥിം പ്രാഹ സത്വര ചോദയാശ്വാൻ യഥ കൃഷ്ണ തസ്യ മേ സംയുഗം ഭവേത്. യാഹം നിശിതേർവാണേർഗോപാലസ്സുദുർമദേഃ നേഷ്യേ വീരമദം യേന സ്വസാമേ പ്രസവം പ്രദാ. വിഗത്തമാനകുമതീശ്വരസ്യ പ്രമാണവിത് രഥേനൈകേന ഗോവിന്ദം തിഷ്ഠതിഷ്ഠേത്യഥാഹ്വയത്. धनुर्विकृष्य सुदृढं जघ्ने कृष्णं त्रिभिसरे आहतात्रक्षणं दृष्टा यदूना कुलकांसना. കൃഷ്ണൻ ആ രുക്മിയെ തോൽപ്പിക്കുകയാണ്. കുത്രയാസി സ്വസാരം മേ ഉഷിത്വാദാംക്ഷബദ്ധവേ ഹരിശ്ചേദ്യ മദം മന്ദ മായിനക്കൂടയോധിന. യാവന്നമേ ഹതോ ബാണേ ശയീതാമുദ്യതാരികാം സ്മയൻ കൃഷ്ണോ ധനുഷ്ഠിത്വാ ഷഡ്ഭിർവ്യവ്യാധുരുക്മിണീം. അഷ്ടഭിശ്ചതുരോ വാഹാൻ ദ്വാഭ്യാം സൂതം ധ്വജം ത്രിഭിः स चान्यधनुरादाय कृष्णं विव्याध पञ्चभिः. തൈസ്ഥാടിതശൗരകേ तस्थाडित सरोभिस्तु चिच्छेदा धनुरच्युता पुनरन्यदुपागता പരിഗം പട്ടിശം ശൂലം ചർമാസി ശക്തി തോമരോ യഥായുധമാദത്ത തൽസർവം ശോചിനദ്ധരി. തസ്യ ചാപതദ ഖഡ്ഗം തിലശശ്ചർമ്മശ്ചേഷുഭിः ചിത്വാസി മാദദേ തിക്മം രുക്മിണം ഹന്തുമുദ്യതാ. दृष्ट्वा प्रादवयोद्योगं रुक्मिणी भयविकला पतित्वा पादयोर्भूरवादकरुणं सती. തന്റെ സഹോദരനെ വധിക്കാൻ പോകുന്നത് കണ്ടിട്ട് രുക്മിണിക്ക് വളരെയേറെ വിഷമമുണ്ടാവുകയും ആദ്യമായിട്ട് തന്റെ ഭർത്താവാകാൻ പോകുന്ന ശ്രീകൃഷ്ണ ഭഗവാനോട് രുക്മിണി ദേവി പ്രാർത്ഥിക്കുകയാണ്. യോഗീശ്വര പ്രമേയാത്മൻ ദേവദേവ ജഗൽപദേ അന്തും നാർഹസി കല്യാണ പ്രാതരമ്യേ മഹാഭുജ. ശ്രീശുഗോവാച
सुगन्धया सहस्रविभ्रंशिरहेममालया गृहीतपादकरुणोऽन्यवर्तताम् शैलेन बद्ध्वा तमसाधुकारिणं सश्मश्रुकेशं प्रवपन् व्यरूपयत् तावन्ममर्दु परसैन्यमद्भुतं यदुप्रवीरा नलिनीं यथा गजा कृष्णाञ्जिगम् उपव्रज्य सदृश्यस्तत्र रुक्मिणं तथा भूतं हतप्रायं दृष्ट्वा सङ्कर्षणो विभो विमुच्य बन्धं करुणो भगवान् कृष्णमब्रवीत्. തൻ്റെ രുക്മിണി പ്രകാരം അപേക്ഷിച്ചതുകൊണ്ട് രുക്മിയെ വധിക്കാതെ ഭഗവാൻ വിരൂപനാക്കി ഒരു ഭാഗത്തെ മീശയെടുത്ത് തലയെല്ലാം മുറിച്ച് തലയുടെ ആ മുടിയാണ് അവർക്ക് വളരെ മുഖ്യമായിട്ടുള്ളത്, അതൊക്കെ എടുത്തു കളഞ്ഞ് വിരൂപനാക്കി വിടുകയാണ് രുക്മിയെ. അത് കണ്ട് ബലരാമദേവൻ ശ്രീകൃഷ്ണ ഭഗവാനെ ശാസിക്കുകയാണ്. ഇങ്ങനെ വിരൂപമാക്കുന്നത് മരണത്തേക്കാൾ ദുഃഖകരമാണ്. നീ അപ്രകാരം നിന്റെ ഭാര്യയാകാൻ പോകുന്നവളുടെ സഹോദരനോട് ചെയ്തത് തെറ്റാണ് എന്നൊക്കെ ബലരാമദേവൻ പറയുന്ന ഭാഗമാണ് പാരായണം ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഓം തത്സത് അസാധിതം ത്വയാ കൃഷ്ണ കൃതമസ്മജുഗുപ്സിതം പവനം ശശ്രുമക്കേശാനാം വൈരൂപ്യം സുഹൃദോ വദ. हैवास्मन् स्वावसूयेथा प्रादो वैरूप्यचिन्तया सुखदुःखदो चान्योऽस्ति यतः सुहृदपुमान् बन्धुर्वदार्हदोषोऽपि न बन्धुर्वदमर्हति त्याज्यस्वेनैव दोषेण फलं किं कन्यते पुनः. स्त्रियाणामयं धर्मः प्रजापतिविनिर्मिता भ्राताभिभ्रातरं रण्याद्येन घोर सरस्तथा. രാജസ്യ ഭൂമിർവിത്തസ്യ സ്ത്രിയോ മാനസ്യ തേജസാ മാനിനോന്യസ്യ വാഹേതോ ശ്രീമദാന്താ ശിവന്തി. तवेयं विषमा बुद्धि सर्वभूतेषु दुर्विधतां यन्मन्यसे सदा भद्रं सुगतां भद्रमज्ञवत्. आत्ममोहो नृणामेष कल्प्यते देवमायया सुहृदुर्हृदुदासीन इति देहात्ममानिनम्. एव परोह्यात्मा सर्वेषामपि देहिनां ज्ञानेव कृत्यते मूर्ते यथा ज्योतिर्यथा नखा. ദേഹ ആദ്യന്തവാനേശ ദ്രവ്യപ്രാണഗുണാത്മക ആത്മന്യവിദ്യയാ ക്ലപ്ത സംസാര ഇതി ദേഹിനം. नात्मनान्येन संयोगो वियोगश्च सदस्सदे तद्धेतुत्वाल्कल्प्रसिद्धे दृग्रूपाभ्यां यथा रवेः. जन्मादयस्तु देहस्य विक्रियानात्मनः क्वचित् कलानामिव नैवेन्दोर्मृदिर्ह्यस्य कुहूरिव. यथा शयानात्मानां विजयान् बलमेव च अनुभुङ्क्ते व्यसह्ये यथा तथा अनोच्य बुधो भव. തസ്മാദജ്ഞാനജം ശോകം ആത്മശോഷവിമോഹനം തത്വജ്ഞാനേന നിവൃത്യ സ്വസ്ഥാഭവശുചിസ്മിതേ. श्रीशुवाच एवं भगवता धन्वी रामेण प्रतिबोधिता परिमनस्यं परित्यज्य मनोबुद्ध्या समागते. प्राणावशेष उत्सृष्टो दिव्यर्हतबलप्रभा स्मरन् विरूपकरणं विदधात्ममनोरथे. चक्रे भोजगदं नाम निवासाय महत्पुरम् अहत्वा दुर्मतिं कृष्ण प्रत्युह्य यवीयसी कुण्डिनं न प्रवेश्यामि इत्युक्त्वा तत्रावसृष्टः. ഓം ശ്രീകൃഷ്ണായ നമ. ഭോജഘടം എന്ന സ്ഥലത്ത് ഒരു രാജധാനി ഉണ്ടാക്കി അവിടെ താമസിക്കുകയാണ് രുക്മി. ഇനി കുണ്ഡിനത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് ശപഥം ചെയ്തത് കാരണം അവിടെ പ്രവേശിക്കാതെ ഈ ബലരാമദേവന്റെ വാക്കുകളെല്ലാം കേട്ട് സമാധാനമായിട്ട് വീണ്ടും കുണ്ഡിനത്തിലേക്ക് തിരിച്ചു പോകാതെ അവിടെ താമസിച്ചു എന്നാണ് പറയുന്നത്. ഇപ്രകാരം ദ്വാരകയിലെത്തിയ ഭഗവാൻ ആ ദേവിയെ വിവാഹം ചെയ്യുന്ന 2 ശ്ലോകങ്ങളാണ് അടുത്തതായിട്ട് പാരായണം ചെയ്യുന്നത്. ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവൽ ഉഭയേ മേ ഗുരുദ്വഹ തഥാ മഹോത്സവം നൃണാം
യദുപുര്യാം ഗൃഹേ ഗൃഹേ അബോധനന്യഭാവാനാം കൃഷ്ണേതുപദോ നൃപ. ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവൽ ഉഭയമേ കുരുദ്വഹ. തഥാ മഹോത്സവോ നൃണാം യദുപുര്യാം ഗൃഹേ ഗൃഹേ അബോധനന്യഭാവാനാം കൃഷ്ണേതുപദോ നൃപ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നരനാര്യാശ്ച മുദിത പ്രമൃഷ്ടമണികുണ്ടല കാരിബർഹമുഭാജക്രുർ പരയോശ്ചിത്രവാസസോ. വിചിത്രമല്യം വരരത്നതോരണൈഃ ബഹോപരേ പ്രതിദ്വാരുപമപ്തമംഗളേ ആപൂർണകുംഭാസുരധൂപദീപകൈഃ. സിക്തമാർഗമദച്യുദ്ഭിരാഹുതപ്രേഷ്ഠഭൂഭുജാം ഗജേർദ്വാസുപരാമൃഷ്ടരംഭൂ ഗോപശോഭിതാ. പുരുസഞ്ജയകേ കൈകേയ വിദർഭ യദുകുന്ദയ മിഥോ മുമുദിരേ തസ്മിൻ സംഭ്രമാത് പരിധാവത. വിവാഹത്തിന് വന്ന് പങ്കെടുത്തവർ രാജകുടുംബങ്ങളെ കുറിച്ചൊക്കെയാണ് പാരായണം ചെയ്തത്. അതിമഹത്തരമായിട്ട് ഭഗവാനും ആ രുക്മിണി ദേവിയും നമ്മുടെ ജീവാത്മാവും പരമാത്മാവും, മനസ്സ് ആത്മാവിനോട് ചേരുന്നത് അല്ലെങ്കിൽ ജീവാത്മാവ് പരമാത്മാവിനെ അറിയുന്നതാണ് രുക്മിണി ദേവി സ്വയംവരമായിട്ട് പരാമർശിക്കുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കായിക്കൊണ്ട് പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. രുക്മിണ്യാഹരണം ശ്രുത്വാ ഗീയമാനം തതസ്തദാ രാജാനോ രാജകന്യാശ്ച ബഭൂവുർവൃഷവിസ്മിതാ. ദ്വാരകായാമഭൂദ്രാജൻ മഹാമോദപുരൗകസാം രുക്മിണ്യാരമയോ ഭേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയപ്പതീം. ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണ്യുദ്ധാരേ നാമ ചതുഃപഞ്ചാശത്തമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഓം തത്സത്. രുക്മിണി സ്വയംവരം കഴിഞ്ഞാൽ രുക്മിണിയുടെ കല്യാണത്തിന്റെ മംഗളം പാരായണം ചെയ്യുന്നത് തിരക്കുണ്ട്. നിത്യപാരായണം അല്ല, നിത്യപാരായണം ഓരോ അധ്യായം. ഇന്ന് യാദൃച്ഛികമായിട്ട് അത് വന്നു. നാളെ സ്വയംവരല്ല, ദിവസം ഓരോ ബുക്കുണ്ടോ മംഗളം? രുക്മിണി സ്വയംവര മംഗളസ്തോത്രം. മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുതീശ. മംഗളം നൽകട്ടെ രണ്ടു പേർക്കും മംഗളമേവർക്കും നേരിടട്ടെ. മന്മഥൻ മാരുതീശൻ കൺമണിയാകിയ രുക്മിണിയെ സമ്മോദം വിളി കഴിച്ചു വാണു ചെമ്മേ ഞാൻ മംഗളം നേരിടട്ടെ. വൈദർഭി രുക്മിണി തമ്പൂരാട്ടി വൈദഗ്ധ്യം കാണിച്ചു വേണ്ട പോലെ കൈവല്യദാതാവാം നന്ദജനെ കൈവരിച്ചെന്നതു ഭാഗ്യമായി. പുണ്യം നീ ആർജിച്ചു 100 ജന്മം പുണ്യപുഞ്ചത്തിങ്കൽ മാല ചാർത്താൻ. പുണ്യവും സമ്മേളിച്ചു പുണ്യമൂലകിലുയർന്നിടട്ടെ. പ്രേമത്തോടൊന്നു വിളിച്ചെന്നായി ആമയം തീർക്കുവാൻ കൃഷ്ണനെത്തും. പാദം പിടിച്ചു കരയുന്നോരെ പാണി പിടിച്ചവൻ പാലിച്ചിടും. ദുർഗാചരണത്തെ സേവിച്ചപ്പോൾ ദുർഘടം തീർക്കമ്മ രുക്മിണിക്ക്. ദുഃഖവിനാശനൻ കാർവർണ്ണന്റെ ചൊൽക്കൊണ്ട ജായാപദത്തെ നൽകി.
എത്ര ശിശുപാലനുണ്ടായാലും എത്രയോ രുക്മിമാർ നേരിട്ടാലും അത്ര ഭഗവതി കാരുണ്യത്താൽ പിതൃലോകത്തിൽ ജയിക്കുമാരും. അമ്മ കനിഞ്ഞെന്നാൽ സജ്ജനങ്ങൾ അഞ്ചസ വന്നിടും പാലിച്ചിടാൻ. നമ്മുടെ സുന്ദര ബ്രാഹ്മണനെ അമ്മ വരുത്തിയ അയച്ചതല്ലോ. പാരിന്റെ നന്മയെ പ്രാർത്ഥിക്കുന്ന നാരദൻ കൂട്ടിക്കൊളുത്തിവിട്ട ലോകവിമോഹനമായ വേളി ലോകത്തിൽ മംഗളം നേർന്നിടട്ടെ. പുത്തനാക്കിത്തൊരു ദ്വാരകയിൽ ആത്തമോദം നടുമുറ്റത്തായി ഉത്തമ സ്ത്രീകൾ വീതിച്ച പോലെ രുക്മിണിയെ കൂടി വച്ചു ഭാഗ്യം. ആറാപ്പൂവാക്കില എന്നിവയും ആനന്ദം ചേർത്തുന്ന മേളങ്ങളും ആനന്ദനന്ദന കൊട്ടാരത്തിൽ ആഘോഷിക്കപ്പെട്ടു വേണ്ട പോലെ. വേദജ്ഞരുതിയ വേളിയൊത്തും പാവനമാന്തിവി പൂജകളും എന്നല്ല സദ്യയും സമ്മാനവും ഒന്നും വിവരിപ്പാനൊട്ടുമാക. അന്യോന്യമത്യന്ത പ്രേമത്തോടും അന്യോന്യ സല്ലാപലീലയോടും ധന്യസുദുർലഭ ദാമ്പത്യത്തെ മഞ്ഞിലവരനുഷ്ഠിച്ചു നീനാൾ. ചോറ്റാനിക്കരയമ്പികെ നീ പാരം തുണയ്ക്കുക ഞങ്ങളെ നീ. മാറ്റിത്തം കൂടാതെ മംഗളത്തെ ഊറ്റം വെടിഞ്ഞെന്നും പാടുവാനാൾ. മംഗളം മംഗളം ലോകനാഥ മംഗളം മംഗളം മാരുദേശ. മംഗളം നൽകട്ടെ രണ്ടു പേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ. മംഗളമേവർക്കും നേർന്നിടട്ടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത കീർത്തനത്തോടുകൂടി ഇന്നത്തെ ഭാഗവത പാരായണം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുകയാണ്. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ഇങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല ദേവാ ജയ ജയ ഭാഗവത. രവിനവനീതഹര കൃഷ്ണ കരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദര ഹരി തുളസീദാമദര ദേവാ ജയ ജയ ഭാഗവത. ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന ദേവാ ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടഗിരീകൃത ശ്രുതിവര ശുഭഫലദ ദേവാ ജയ ജയ ഭാഗവത. പൂന്താന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ
जय भागवता जय जय भागवता देवा जय जय भागवता जय जय राधा कृष्ण स्वरूपा जय जय भागवता देवा जय जय भागवता देवा जय जय भागवता सर्वत्र गोविंद नाम संकीर्तനം गोविंद गोविंद നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു.